ഗോയിത്തെ B2 ഷൈബൻ സെഷനിലേക്ക് വരാം. ഓക്കെ, നമ്മൾ ഗോയിത്തെ ഷൈബനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഡയറക്റ്റ്ലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അവരുടെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ. ഓക്കെ, അവരുടെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗോയിത്തെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചോദിക്കുന്ന ആകെ ഒറ്റ കാര്യമുള്ളൂ, ഒത്തന്റിസിറ്റി. ഓക്കെ, അന്ന് ആ എക്സാം എഴുതാൻ വരുന്ന അറൌണ്ട് 300 സ്റ്റുഡൻസിൽ നിന്ന് നിങ്ങളെ എന്ത് വ്യത്യസ്തമാക്കും? ഓക്കെ, നിങ്ങളെ എന്ത് വ്യത്യസ്തമാക്കും? ഇതാണ് ഗോയിത്തെ ചോദിക്കുന്നത്. ഓക്കെ, കാരണം നമുക്കറിയാം B2 ഷൈബനിന് നമുക്ക് ഇഷ്ടം പോലെ റേഡിയോമെട്രിൽസ് ഉണ്ട്. വളരെ കോമൺ പോയിന്റ്സ് ആണ് ഏറെക്കുറെ എല്ലാവരും എഴുതുന്നത്. അതിൽ നിന്ന് നിങ്ങളെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യിക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ വല്ലതും ഉണ്ടോ? ഓക്കെ, ഇതോടൊപ്പം ഈ ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഗോയിത്തയുടെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുള്ളതാണ്. B2 ഷൈബിന് വേണ്ടിയുള്ള ക്രൈറ്റീരിയ ആണ് ഇത്. ഫസ്റ്റ് വൺ ആണ് ടാസ്ക് ഫുൾഫിൽമെന്റ്. ഓക്കെ, ടാസ്ക് ഫുൾഫിൽമെന്റ് എന്ന് പറയുവാണെങ്കിൽ നമ്മുടെ ഗോയിത്തെ B2 ഷൈബിനിൽ നമുക്ക് ഒരു മേജർ ഹെഡിങ് ഉണ്ട്. ആ ഹെഡിങ്ങിന്റെ കൂടെ നമുക്ക് മെയിൻ 4 സബ് പോയിന്റ്സ് ഉണ്ട്. The first criteria of evaluation, task fulfillment. The response must address all parts of the task, demonstrating understanding of the topic. പറയുവാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന 4 പോയിന്റുകളെയും നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ അഡ്രസ് ചെയ്യണം. അതിന്റെ അവസാനത്തെ വരി കണ്ടോ, ഡെമോൺസ്ട്രേറ്റിംഗ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ടോപ്പിക്. ഓക്കെ, ഗോയിത്തെ B2 ലെവൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്ത്, നിങ്ങളുടെ ഒപ്പീനിയൻസ് അത് നിങ്ങൾക്ക് അഡ്വാൻസ് ആയ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, ദാറ്റ് ഈസ് എന്താ പറയാ ഗോയിത്തെ നിങ്ങൾ ആവശ്യപ്പെടുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് തിങ് ഈസ് ടാസ്ക് ഫുൾഫിൽമെന്റ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന 4 മേജർ സബ് പോയിന്റ്സും നിങ്ങൾ അഡ്രസ് ചെയ്തിരിക്കണം. ഓക്കെ, ഇൻ എ വെരി ലോജിക്കൽ വേ. ഓക്കെ, അടുത്ത ക്രൈറ്റീരിയ ആണ് കൊഹറൻസ് ആൻഡ് കൊഹിഷൻ. അത് പറയുവാണെങ്കിൽ ഐഡിയാസ് ഷുഡ് ഫ്ലോ ലോജിക്കലി വിത്ത് ക്ലിയർ കണക്ഷൻ ബിറ്റ്വീൻ സെന്റൻസസ് ആൻഡ് പാരഗ്രാഫ്സ്. ഓക്കെ, പറയുവാണെങ്കിൽ നമ്മൾ ഷൈബനിൽ എഴുതുന്ന കാര്യങ്ങൾ എന്താ പറയുന്നത് വളരെ ലോജിക്കൽ ആയിരിക്കണം. ഓക്കെ, നമ്മൾ വെറുതെ അങ്ങ് തള്ളി മറിച്ച് വെക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, അതിന് പകരം ഇപ്പൊ നമ്മൾ റേഡിയോമെറ്റിൽ അല്ലെങ്കിൽ ജനറലൈസ് സ്റ്റേറ്റ്മെന്റ്സ് കേട്ടിടുവാണെങ്കിലും ഇറ്റ് ain't gonna give you marks. ഓക്കെ, പറഞ്ഞ ഗോയിത്തെ ഷൈബനില് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം, നിങ്ങൾ അതെങ്ങനെ കോമൺ പീപ്പിളിനെ എഫക്ട് ചെയ്യുന്നു. ഓക്കെ, നിങ്ങളെ പേഴ്സണലി ഒരു വ്യക്തിയായ രീതിയിൽ നിങ്ങളെ അവർ തന്നിരിക്കുന്ന ഒരു ഇഷ്യൂ ആണോ, പറഞ്ഞ ഒരു പ്രോബ്ലം ആണോ, എന്താണോ അത് നിങ്ങളെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ സൊസൈറ്റീനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, അതാണ് നിങ്ങൾ എഴുതേണ്ടത്. അത് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ലോജിക്കൽ ആയിരിക്കണം. ഓക്കെ, ഇല്ലോജിക്കൽ ആവാൻ പാടില്ല, ഇറ്റ് ഷുഡ് ബി ലോജിക്കൽ. പിന്നെ പറ്റുന്നത്ര അപ്ഡേറ്റഡ് ആയിരിക്കുക. ഓക്കെ, കാരണം നിങ്ങൾക്കാണെങ്കിൽ അപ്ഡേറ്റഡ് ആയ പോയിന്റ്സ് നിങ്ങൾ ഇടുവാണെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഇംപ്രസീവ്. ഓക്കെ, നൗ തേർഡ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ ആണ് വൊക്കാബുലറി. ഓക്കെ, അപ്പൊ വൊക്കാബുലറി എന്ന് പറയുവാണെങ്കിൽ നമ്മൾ A1 മുതലേ വൊക്കാബുലറി പഠിക്കുന്നതാണ്, അല്ലേ? A1 മുതൽ നമ്മൾ ഇഷ്ടം പോലെ വാക്കുകൾ പഠിക്കുകയാണ്. പക്ഷേ B2 ലെവലിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ നമുക്ക് നമ്മൾ നേരത്തെ ലെവലുകളിൽ പഠിച്ച വേർബ് ഉപയോഗിക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ബ്രൗക്കൻ ശരിക്കും ഒരു B1 വേർബ് ആണ്. B2ലേക്ക് വരുമ്പോൾ അത് ബെന്യോട്ടിയാണ്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഫസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അതിന്റെ B2 സിനോണിം വരുമ്പോഴത്തേക്ക് ബെഗ്രീഫൻ എന്ന് വരും. ഓക്കെ, ഏതാണോ അപ്രോപ്രിയേറ്റ് ആയത് ആ ലെവലിന് അല്ലെങ്കിൽ ആ കോണ്ടെക്സ്റ്റിൽ അതാണ് ഉപയോഗിക്കേണ്ടത്. അതാണ് നമ്മുടെ തേർഡ് ക്രൈറ്റീരിയ, വൊക്കാബുലറി. യൂസ് എ വൈഡ് റേഞ്ച് ഓഫ് വൊക്കാബുലറി ആക്യുറേറ്റ്ലി ആൻഡ് അപ്രോപ്രിയേറ്റ്ലി ഫോർ ദ കോണ്ടെക്സ്റ്റ്. പറയുവാണെങ്കിൽ കോണ്ടെക്സ്റ്റിന് എന്താ പറയുന്ന അപ്രോപ്രിയേറ്റ് ആയ രീതിയിൽ നമ്മൾ ഒരു വളരെ വൈഡ് റേഞ്ച് ഓഫ് വൊക്കാബുലറി ഉപയോഗിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഓവർഫ്ലേഷ്ലിഷ്കൈറ്റ്, സൂപ്പർഫിഷ്യാലിറ്റി, ഓക്കെ, അല്ലെങ്കിൽ അബ്സിഷ്ലിഷ്. ഓക്കെ, അതുപോലുള്ള വളരെ നൈസ് ആയ വാക്കുകൾ ഉപയോഗിക്കാം. പിന്നെയുള്ളത് ഗ്രാമർ. ഓക്കെ, ഗ്രാമർ വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യം തന്നെയാണ്. മിസ്റ്റേക്സ് ഇൻ ഗ്രാമർ ഗോയിത്തെ അത്രമധികം ടോളറേറ്റ് ചെയ്യുന്നതല്ല. കാരണം നിങ്ങൾ ഇത്രയും കാലം ജർമ്മൻ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും ഓക്കെ നിങ്ങളുടെ ഗ്രാമർ പറഞ്ഞ ബേസിക് ആയ ടെൻസുകളോ സെന്റൻസ് സ്ട്രക്ചേഴ്സോ ഓക്കെ അല്ലെങ്കിൽ റൂൾസോ
അത് തെറ്റുകയാണെങ്കിൽ നിങ്ങൾ B2 ലെവലാണ്, അത് പ്രൂവ് ചെയ്യില്ല. ഓക്കെ, അതുകൊണ്ട് പറ്റുന്നത്ര ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, വെദർ ഇറ്റ് ഇസ് എന്താ പറയാ അഡ്ജക്റ്റീവ് ഡിക്ലിനേഷൻ എൻഡൂങ്ങിന്റെ കുഴപ്പങ്ങളാണോ, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ സെന്റൻസ് സ്ട്രക്ചറിൽ വെർബ് ഇടാതെ പോകുന്നതോ അല്ലെങ്കിൽ വെർബിന്റെ പൊസിഷൻ മാറി പോകുന്നതാണോ, എന്താണേലും നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അത് ഉപയോഗിക്കാം. ഓക്കെ, ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്സ് പറ്റുന്നത്ര അവോയ്ഡ് ചെയ്യാം. കാരണം ഗോയിത്തെ അവരുടെ ഷ്രൈബൻ മൊഡ്യൂളിൽ വളരെ ടൈറ്റ് ആയിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, ലിബറൽ ഇവാലുവേഷനേ അല്ല. ഓക്കെ, ഇനി അടുത്തതാണ് ഓർത്തോഗ്രഫി. ഓക്കെ, ഓർത്തോഗ്രഫി എന്ന് പറയാൻ ഇത്രേ ഉള്ളൂ, നിങ്ങളുടെ സ്പെല്ലിങ്ങും പങ്ക്ച്വേഷന്റെയും ആക്യുറസി. ഓക്കെ, നിങ്ങളുടെ സ്പെല്ലിങ്ങിന്റെയും പങ്ക്ച്വേഷന്റെയും ആക്യുറസി. ഇപ്പം ഒരു സെന്റൻസിൽ നമുക്കറിയാം ജർമ്മൻ ഭാഷയിൽ നമ്മൾ ഏതൊക്കെ വാക്കുകളാണ് ഒരു സെന്റൻസ് ക്യാപിറ്റൽ ആയി ഡിനോട്ട് ചെയ്യുന്നത്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് തുടങ്ങുന്നത്, സെന്റൻസ് ഏത് വാക്കും കൊണ്ടാണോ തുടങ്ങുന്നത്, അതിലുള്ള നൗണ് അല്ലെങ്കിൽ അതിലുള്ള സി ഫോമിൽ ഉള്ള സബ്ജക്റ്റ്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പൊതുവെ ക്യാപിറ്റലിൽ പറയുന്നത്. ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ക്യാപിറ്റലിൽ തന്നെ എഴുതണം. അതിൽ വരുന്ന ഓരോ ചെറിയ മിസ്റ്റേക്സും വളരെയധികം മാർക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കും. ഓക്കെ, പറയുവാണെങ്കിൽ നിങ്ങളുടെ സ്പെല്ലിങ്ങും പങ്ക്ച്വേഷനും ഓക്കെ അത് പറ്റുന്നത്ര ആക്യുറേറ്റ് ആക്കുക. ഓക്കെ, ഇനി അടുത്തത് രജിസ്റ്റർ. പറയുവാണെങ്കിൽ നിങ്ങളുടെ ടോൺ ആൻഡ് ഫോർമാലിറ്റി കോണ്ടെക്സ്റ്റിനെ മാച്ച് ചെയ്യണം. ഓക്കെ, B2 ഷ്രൈബനിൽ നമുക്ക് 2 ഭാഗങ്ങളുണ്ട്, ടൈലൈൻസ്, ടൈൽസ് വൈ. ടൈലൈൻസിൽ നമ്മൾ എന്താ പഠിക്കുന്നത്, ടൈലൈൻസിൽ നമ്മൾ എഴുതുന്നത് എന്താ, ഒരു ബ്ലോഗ് ആണ് അല്ലെങ്കിൽ ഒരു ഫോറം. ഓക്കെ, ഇറ്റ് ഈസ് ടു ദ മാസസ്, ഒരു ഓഡിയൻസിലേക്ക് നമ്മൾ ഒരു ബ്ലോഗ് എഴുതുന്നതിന് തുല്യമാണ് നിങ്ങൾ ടൈൽ 1 എഴുതുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ ആണ് ഒരു ലെറ്റർ. ഒരു ലെറ്റർ ഇപ്പോൾ എഴുതുമ്പോഴും അതിന്റെ ടോൺ ഇറ്റ് ഷുഡ് ബി പ്രൊഫഷണൽ, ഫോർമൽ ആയിരിക്കണം. അത് ഓക്കെ, കാരണം അതൊരു വായിക്കുന്ന വ്യക്തിക്ക് ഓക്കെ എനിക്ക് ഇവനെ സഹായിക്കണം, ഓക്കെ, അല്ലെങ്കിൽ ആണെങ്കിൽ ഇപ്പൊ അതൊരു കംപ്ലൈന്റ് ലെറ്റർ ആണെങ്കിൽ അത് കേട്ടിട്ട് എനിക്ക് ഐ വോണ്ട് ടു ആക്ട് ഓൺ ഹിസ് ബിഹാഫ്, ഫോർ ഹിം, ആ രീതിയിലായിരിക്കണം എന്താ പറയുന്നത് സെന്റൻസ് പോകുന്ന ഫോമാറ്റും ടോണും. ഓക്കെ, വളരെ പൊളൈറ്റ് ആയിട്ട് വളരെ ഫോർമൽ ആയിട്ടാണ് എന്താ പറയുന്നത് ലെറ്റേഴ്സ് ഒക്കെ എഴുതേണ്ടത്. ഓക്കെ, നമ്മുടെ ബ്ലോഗുകൾ എഴുതുമ്പോഴത്തേക്ക് നമുക്ക് അത്ര ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യമില്ല, ഇൻഫോർമൽ ആയി തന്നെ അഡ്രസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ B2 ഷ്രൈബനിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, B2 ഷ്രൈബനിൽ ഉള്ള പൊതുവെ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഏകദേശം ഇത്രയും ലെവലേ ഉള്ളൂ. പറയുവാണെങ്കിൽ sehr geehrte Frau Wagner, ich schreibe Ihnen heute, weil ich Sie über ein Problem informieren möchte. ഞാൻ താങ്കൾക്ക് ഇന്ന് എഴുതുന്നു, because I would like to inform you about a problem. ഓക്കെ, ഞാൻ താങ്കൾ ഒരു പ്രശ്നത്തെ പറ്റി അറിയിക്കാൻ താല്പര്യപ്പെടുന്നു, അതുകൊണ്ട് ഞാൻ ഇന്ന് താങ്കൾക്ക് എഴുതുന്നു. Leider muss ich sagen, dass es unmöglich ist. Unfortunately, എനിക്കൊരു കാര്യം പറയാനുണ്ട്, it is not possible. the notwendigen Unterlagen rechtzeitig einzureichen. പറയുവാണെങ്കിൽ റിക്വയർഡ് ഡോക്യുമെന്റ്സ് കറക്റ്റ് ആയതിനെ കൊണ്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ich habe es nicht erwartet. I did not expect that. ഞാനത് പ്രതീക്ഷിച്ചിരുന്നില്ല. Das the verdickte Dolmetscher für die Übersetzung so lange brauchen würde. എന്റെ അർത്ഥം the sworn translator would take so much time for the translation of the certificate. ഓക്കെ, ഇത് ഒരു കംപ്ലൈന്റ് മെയിലാണ് നമ്മൾ ഫ്രൗ വാഗ്നറിന് എഴുതുന്നത്. എന്തിനെ കുറിച്ച്, നമ്മുടെ സർട്ടിഫിക്കറ്റ്. ഓക്കെ, ആ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരു ചെറിയ ഡിലേ വന്നു, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ആയ സമയത്ത് ഓക്കെ ഡോക്യുമെന്റ്സ് എത്തിക്കാൻ പറ്റില്ല എന്ന്. അതിനുശേഷം നമ്മൾ എങ്ങനെ എഴുതുന്ന, ich mache mir auch Sorgen, ob mein Ausbilder ihr Formular richtig ausgefüllt hat. ഞാൻ ഭയപ്പെടുന്നു, I am worried whether my Ausbilder, എന്റെ കോൺട്രാക്ടർ നിങ്ങൾ തന്ന ഫോർം, അതാണ് ഫോർമുല, richtig ausgefüllt hat, കറക്റ്റ് ആയി തന്നെയാണോ പൂരിപ്പിച്ചത്. Daher will ich Sie fragen, അതുകൊണ്ട് എനിക്കൊരു സംശയമുണ്ട്, ob Sie sich das Formula in Anhang kurz anschauen könnten. ഓക്കെ, അതുകൊണ്ട് ഞാൻ താങ്കളോട് അപേക്ഷിക്കുന്നു, താങ്കൾ ഇതൊന്നും കൂടെ ഒന്ന് നോക്കണം.
അൻഹാൻകുർസ് അൻഷാബ് എന്ന് പറയുകയാണെങ്കിൽ അപ്പൻഡിക്സിൽ കൊടുത്തിട്ടുള്ള ഫോർമുല പറഞ്ഞ ഫോം നിങ്ങൾ ഒന്നും കൂടെ നോക്കണം. ഓക്കെ, Ich habe vor allem gemerkt, dass im zweiten Teil die Fragen 9 und 10 nicht beantwortet hat. പറയുകയാണെങ്കിൽ ഓക്കെ, ആ വ്യക്തി ആര്, ഹൗസ് ബിൽഡർ താങ്കൾ തന്നിരുന്ന ഫോമിലെ 9-ാമത്തെയും 10-ാമത്തെ ചോദ്യം 2-ാമത്തെ ടൈലിൽ അതിനുത്തരം കൊടുത്തിട്ടില്ല. Sollte er dies noch tun? ആ വ്യക്തി തന്നെയാണോ ഇത് ചെയ്യേണ്ടത്? ഓക്കെ, falls Sie weitere Unterlagen brauchen, schicke ich sie gerne zu. താങ്കൾക്ക് വേറെ ഏതേലും ഫർദർ ഡോക്യുമെന്റ്സ് വേണേൽ ഞാൻ താങ്കൾക്ക് അത് അയച്ചു തരാം. Danke für Ihre Mühe. Thank you for your effort. Mit freundlichen Grüßen. പേര്. ഓക്കെ, പൊതുവെ ഒരു ആവറേജ് B2 പഠിക്കുന്ന സ്റ്റുഡന്റ് ഒരു ഈ ലെവലിലാണ് എഴുതാൻ പോകുന്നത്. ഓക്കെ, പക്ഷെ ഇതല്ല B2 ലെവൽ. ഓക്കെ, നമ്മള് ഇവാലുവേഷൻ ക്രൈറ്റീരിയ തന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. വൊക്കാബുലറിയുടെ കാര്യം, ഇത്ര വൊക്കാബ് അല്ല നമുക്ക് എന്ത് B2 ലെവലിലുള്ള. B2 ലെവലിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ സെന്റൻസുകളിൽ നിന്ന് കുറച്ച് കാര്യങ്ങളെ നമുക്ക് ഒന്ന് റീഫ്രേസ് ചെയ്തെടുക്കാം. ഓക്കെ, അതിലെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് Ich schreibe Ihnen heute, weil ich Sie über ein Problem informieren möchte. ഓക്കെ, ആ സെന്റൻസിന്റെ അർത്ഥം എന്താ? ഞാൻ താങ്കൾക്ക് ഇന്ന് എഴുതുന്നു കാരണം ഞാൻ താങ്കൾ ഒരു പ്രശ്നത്തെ കുറിച്ച് അറിയിക്കാൻ താല്പര്യപ്പെടുന്നു, അല്ലെ? ഇതേ സെന്റൻസ് ഓക്കെ ഒരു B2 ലെവലിലേക്ക് വരുമ്പോ എങ്ങനെ വരും? ഓക്കെ, ഇതേ സെന്റൻസ് B2 ലെവലിലേക്ക് റീഫ്രേസ് ചെയ്യുമ്പോൾ Ich wende mich an Sie, weil ich Sie über ein Problem meinerseits in Kenntnis setzen möchte എന്ന് വരും. പറയുകയാണെങ്കിൽ സെയിം അർത്ഥമാണ്, ഇൻഫോർമിയർ മ്യൂഷ്യുടെ സെയിം അർത്ഥമാണ്. പക്ഷെ ഇതിനകത്ത് വരുന്ന കെൻറ്റ്നെസ് എന്താ? താങ്കളുടെ അറ്റൻഷനിലേക്ക് ഞാനൊരു കാര്യം കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നു. കുറച്ചും കൂടെ ഫോർമലാണ്, കുറച്ചും കൂടെ പൊളൈറ്റ് ആണ് ഇൻ ദിസ് മാനർ. ഓക്കെ, വേറെ നമുക്ക് എന്താ പറയാ മാറ്റാൻ പറ്റുന്ന ഒരു സെന്റൻസ് ആണ് Leider muss ich sagen, dass es unmöglich ist, die notwendigen Unterlagen rechtzeitig einzureichen. Okay, അതിന്റെ അർത്ഥം എന്താ? Unfortunately, I must say that it is not possible to submit the documents, the required documents at the right time. Okay, ഇപ്പം ലൈഡ്, അൺഫോർച്ചുനേറ്റ്ലി, മിസ്റ്റർ സാഗൻ, ഓക്കെ, സാഗൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പൊളൈറ്റ് അല്ല. നമ്മൾ പറഞ്ഞല്ലോ ഇവാലുവേഷൻ ക്രൈറ്റീരിയ അനുസരിച്ചാണ് നമ്മൾ പോകേണ്ടത്. ഓക്കെ, ഇവാലുവേഷൻ ക്രൈറ്റീരിയ അനുസരിച്ച് നമ്മൾ നോക്കുകയാണേ ഓക്കെ നമ്മൾ അങ്ങനെയല്ല, കുറച്ചും കൂടെ ഫോർമൽ ആയിരിക്കണം. ഓക്കെ, അവസാനത്തെ രജിസ്റ്റർ, ദ ടോൺ ആൻഡ് ഫോർമാലിറ്റി ഷുഡ് ബി കൺസിഡർഡ് ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതനുസരിച്ചാണ് നിങ്ങളുടെ മാർക്ക് വരിക. ഓക്കെ, ഗോയിത്തെ B2 ഷൈബനില് ഏറ്റവും കൂടുതൽ മാർക്ക് പോകുന്ന ഒരു ടൈല് ലെറ്റർ തന്നെയാണ്. ഓക്കെ, കാരണം ഒന്നെങ്കിൽ നിങ്ങളുടെ ടോൺ തെറ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾ അഡ്രസ് ചെയ്യുന്ന രീതി തെറ്റാണ്. ഓക്കെ, വളരെ കോമൺ മിസ്റ്റേക്സ് സംഭവിക്കുന്നത് ഇവിടെ തന്നെയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞ സെന്റൻസ് Leider muss ich sagen, dass es unmöglich ist, die notwendigen Unterlagen rechtzeitig einzureichen. ഓക്കെ, ഈ സെന്റൻസിന് നമ്മൾ B2 ലെവലിലേക്ക് റീഫ്രേസ് ചെയ്യുവാണെങ്കിൽ Zu meinem Bedauern muss ich Ihnen mitteilen, dass eine fristgerechte Einreichung der notwendigen Unterlagen nicht erfolgen kann. പറയുവാണെങ്കിൽ ബെഡവൺ എന്താ? ബെഡവൺ എന്ന് പറയുവാണെങ്കിൽ കൺസേൺ. ടു മൈ കൺസേൺ ഐ മസ്റ്റ് ഷെയർ ഇറ്റ് വിത്ത് യു. ഓക്കെ, ഞാൻ താങ്കളുമായി ഒരു കാര്യം പങ്കുവെക്കാൻ താല്പര്യപ്പെടുന്നു. അതാണ് മിഠായിൽ. ഓക്കെ, അതാണ് ഈനൻ എന്ന് അവിടെ കിടക്കുന്നത്. ഓക്കെ, പറഞ്ഞാൽ ഫോമിൽ ഒരു വ്യക്തിനെ അഡ്രസ് ചെയ്യുക, ഒരു ഫോർമൽ ടോണിൽ തന്നെയാണ് നമ്മൾ പറയുന്നത്. എനിക്ക് താങ്കളുമായ ഒരു കാര്യം എനിക്ക് പങ്കുവെക്കാനുണ്ട്. ദാസ് eine fristgerechte Einreichung. Fristgerecht എന്താ? ഓൺ ടൈം. fristgerecht Einreichung പറഞ്ഞാൽ ഓൺ ടൈം സബ്മിഷൻ. Einreichung എന്ന് പറയുകയാണെങ്കിൽ സബ്മിഷൻ എന്നാണ് അർത്ഥം. ഓൺ ടൈം അല്ലെങ്കിൽ ഡ്യൂ സബ്മിഷൻ ഓഫ് ദ notwendigen Unterlagen. notwendigen Unterlagen എന്താ? ഓഫ് ദ റിക്വയർഡ് ഡോക്യുമെന്റ്സ് വിൽ നോട്ട് ബി സക്സസ്ഫുൾ. ഓക്കെ, നമ്മൾ ഷൈബിന് എഴുതുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓക്കെ, എസ്പെഷ്യലി ദ ലെറ്റർ വരുവാണെങ്കിൽ ഇഫ്
അതൊരു ഫോർമൽ വ്യക്തിയിലേക്കുള്ള ഒരു കംപ്ലൈന്റ് ലെറ്ററോ പൊതുവെ ഒരു കംപ്ലൈന്റ് ലെറ്റർ ഒക്കെയാണ് വരുന്നത് B2 ഷൈബറിൽ. വരുവാണെങ്കിൽ അതിന്റെ ടോണ്, ഓക്കെ, അതിന്റെ പ്രൊഫഷണലിസം, ഈ കാര്യങ്ങളാണ് ഗോയിത്തെ വളരെയധികം കൺസിഡർ ചെയ്യുന്നത് മാർക്ക് ഇടുമ്പോൾ. ഓക്കെ, നമുക്ക് വേറെ കുറച്ച് സെന്റൻസ് എങ്ങനെ റീപ്ലേസ് ചെയ്ത് വരും നോക്കാം. Daher will ich Sie fragen, ob Sie sich das Formular in einen Handkurs anschauen könnten. ഓക്കെ, ഞാൻ താങ്കളോട് ചോദിക്കുന്നു, എന്ത്, ഈ അപ്പൻഡിക്സിൽ കൊടുത്തിരിക്കുന്ന ഫോം താങ്കൾക്ക് ഒന്നും കൂടെ നോക്കാൻ പറ്റുമോ? ഓക്കെ, കാരണം നമ്മൾ പറയുമല്ലോ, സാറ് ഇതൊന്നും കൂടെ ഒന്ന് നോക്കുവോ, ഇത് കറക്റ്റ് ആണോ എന്ന രീതിയിൽ. അത് നമുക്ക് വളരെ ഫോർമലായി കുറച്ചും കൂടെ ലെവൽ സ്റ്റാൻഡേർഡിലേക്ക് പറയുവാണെങ്കിൽ of diesem Grund möchte ich Sie darum bitten. പറഞ്ഞാൽ I would like to ask you. Okay, I would like to ask you einen Blick auf das angehängte Formular zu werfen. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ആ ഫോമിലേക്ക് പൂരിപ്പിക്കാൻ വന്ന ഫോമിലേക്ക് ഒരു നിമിഷം കൂടി ത്രോ ഇൻ സം ടൈം. അതൊരു എക്സ്പ്രഷൻ ആണ്. ein Blick auf zu werfen. അതിന്റെ അർത്ഥം can you throw in some time. ഓക്കെ, ഇതിനു വേണ്ടി താങ്കൾക്ക് കുറച്ച് സമയം മാറ്റി വെച്ച് ഇതിലേക്ക് ഒന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഗോയിത്തെ ഷൈബിളിൽ നിങ്ങൾ എത്ര ശ്രദ്ധിക്കുന്നുള്ളൂ, എസ്പെഷ്യലി ഇത് ലെറ്റർ, അതിന്റെ ടോൺ, ഫോർമാലിറ്റി, പിന്നെ നിങ്ങളുടെ വൊക്കാബുലറി. ഓക്കെ, പിന്നെ ലെറ്റർ എഴുതുമ്പോൾ പറ്റുന്നത്ര പ്രിസൈസ് ആയിരിക്കുക. ഓക്കെ, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് വിടാൻ പാടില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ എൻഡിങ്ങില്, എൻഡിങ് നമുക്ക് എപ്പോഴും ഏത് ഷൈബം വന്നാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെന്റൻസ് ആണ് ഇത്. Ich wäre Ihnen dankbar für Ihre Zeit und Aufmerksamkeit in dieser Angelegenheit. അതിന്റെ അർത്ഥം എന്താ? I would be grateful for your time and attention in this matter. Okay, Aufmerksamkeit, attention, Angelegenheit, this matter. Okay, I would be grateful for your time and attention in this matter. Ich wäre Ihnen dankbar für Ihre Zeit und Aufmerksamkeit in dieser Angelegenheit. ഓക്കെ അല്ലേ? ഇനി എന്താ പറയാ, ലെറ്റർ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു B2 സ്റ്റാൻഡേർഡിലേക്ക് റീഫ്രേസ് ചെയ്യുമ്പോൾ അത് എങ്ങനെ വരും? ഏകദേശം ഇങ്ങനെ വരും. Sehr geehrte Frau Wagner, ich wende mich an Sie, weil ich Sie über ein Problem meinerseits in Kenntnis setzen möchte. ഓക്കെ, താങ്കളുടെ അറിവിലേക്ക് ഞാൻ പ്രശ്നം അറിയിക്കാൻ താല്പര്യപ്പെടുന്നു. ഓക്കെ, സോ meinem Bedauern muss ich Ihnen mitteilen. ഓക്കെ, എന്റെ വരികൾ കാരണം ഞാൻ താങ്കളുമായി ഒരു കാര്യം പങ്കിടാൻ താല്പര്യപ്പെടുന്നു. Da seine fristgerechte Einreichung der notwendigen Unterlagen nicht erfolgen kann. The on-time submission of the required documents cannot be successful. Ich hatte nicht gedacht, okay, ഞാൻ ചിന്തിച്ചിരുന്നില്ല, dass die Übersetzung durch einen Vereidigten Dolmetscher so viel Zeit in Anspruch nehmen würde. ഓക്കെ, പറഞ്ഞാൽ സെയിം സെന്റൻസ് തന്നെയാണ്. ഓക്കെ, എന്ത്, നമ്മുടെ സോണിൻ ട്രാൻസ്ലേറ്റർ. ഓക്കെ, നമ്മളുടെ സർട്ടിഫിക്കറ്റ്സ് ട്രാൻസ്ലേറ്റ് ചെയ്യുമല്ലോ നമ്മൾ ഒരു ഫോറിൻ രാജ്യത്തേക്ക് പോകാൻ വേണ്ടി. ഓക്കെ, ആ ട്രാൻസ്ലേഷന് നമ്മൾ ട്രാൻസ്ലേഷൻ കൊടുക്കുമ്പോൾ ട്രാൻസ്ലേറ്റർ കുറച്ച് സമയം യൂസ് ചെയ്ത് ഇവിടെ അൻസ്പ്രുക് നെയിം എന്ന വാക്ക് കണ്ടോ നിങ്ങൾ? അൻസ്പ്രുക് നെയിം ടു യൂട്ടിലൈസ്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു B2 ലെവലിലുള്ള ഒരു ഇതാണ്. ഓക്കെ, അൻസ്പ്രുക് നെയിം. ഓക്കെ, außerdem bin ich wenig besorgt, ob mein Ausbilder das von Ihnen übersendete Formular richtig ausgewählt hat. ഓക്കെ, übersent എന്താ? ഫോർവേഡർ, താങ്കൾ ഫോർവേഡ് ചെയ്ത എന്റെ ഹൗസ് ബിൽഡറിന്. ഓക്കെ, നമ്മൾ ഇത് ഡയറക്ട്ലി ബോസിനാണ് എഴുതുന്നത്. ഓക്കെ, നമ്മൾ ആരാണോ ഹയർ ചെയ്തത് ആ ഹയർ ചെയ്ത വ്യക്തിയുടെ ബോസ് ഉണ്ടല്ലോ, ആ ബോസ് ആണ് വാഗ്നർ. ആ വ്യക്തിക്കാണ് നമ്മൾ ഇത് എഴുതുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് യൂബർസെൻറ്റെ ഫോം, താങ്കൾ ഫോർവേഡ് ചെയ്ത ഫോം കറക്റ്റ് ആയി തന്നെ ഈ ഹൗസ് ബിൽഡർ പൂരിപ്പിച്ചിട്ടുണ്ടോ? Aus diesem Grund möchte ich Sie darum bitten. ഓക്കെ, ഈ കാരണത്താൽ ഞാൻ താങ്കളോട് ഒരു കാര്യം I would like to ask you. ഓക്കെ, ask you അല്ല, I would like to plead for something. ഓക്കെ, വളരെ ഫോർമൽ ആയിട്ടാണ് നമ്മൾ ഇത് പറയുന്നത്, വളരെ എന്നാ പറയുന്നത്, വളരെ ഒരു പൊളൈറ്റ് രീതിയിൽ. ഓക്കെ, einen Blick auf das angehängte Formular zu werfen. താഴെ അറ്റാച്ച്ഡ് ഫോമിലേക്ക്
താങ്കൾ കുറച്ച് സമയം, einen Blick, a moment, okay, could you throw in a moment for it, okay, അതൊരു എക്സ്പ്രഷൻ ആണ്. ഓക്കെ, താങ്കൾ കുറച്ച് സമയം ഇതിനു വേണ്ടി ഒന്ന് ചെലവാക്കാൻ പറ്റും. അത് വളരെ ഫോമൽ ആയിട്ട് നമ്മൾ ചോദിക്കുമ്പോഴാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. Vor allem ist mir aufgefallen, dass Zweiten Fragen 9 und 10 unbeantwortet ließ. ഓക്കെ, അതിന്റെ അർത്ഥം എന്ത്? ചോദ്യം 9ഉം 10ഉം രണ്ടാമത്തെ ടൈലിൽ അത് ആൻസർ ചെയ്യപ്പെട്ടിട്ടില്ല. ഓക്കെ, ഇറ്റ് ഇസ് അൺആൻസർഡ്. അതുകൊണ്ട് ഇതേ വ്യക്തി തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. സോൾട്ട് ദീസ് നോട്ട് നാക്ക്ഹോൾ. നാക്ക്ഹോൾ എന്താ? ടു ക്യാച്ച് എ ഫോർ. പറഞ്ഞ ഇതേ വ്യക്തി തന്നെയാണോ ഇത് പൂരിപ്പിക്കേണ്ടത്. ഓക്കെ, നമ്മൾ പറഞ്ഞു B2 ഷൈബിളിൽ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം തന്നെയാണ് വൊക്കാബുലറി. ഓക്കെ, നമ്മൾ വളരെ വെറൈറ്റി ആയ പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയ വൊക്കാബ് ഉപയോഗിക്കുവാണെങ്കിൽ അത് എപ്പോഴും നിങ്ങളുടെ ഒരു അഡ്വാൻറ്റേജിലേക്ക് തന്നെയായിരിക്കും. ഓക്കെ, ഇറ്റ് വിൽ ഓൾവേസ് ബി ഇൻ യുവർ അഡ്വാൻറ്റേജ് ഈവൻ ഇഫ് ദി ഓഡ്സ് ആർ സ്റ്റാക്ഡ് അഗെയിൻസ്റ്റ് യു. ഓക്കെ, ഇനി അടുത്തത് എന്ത്? Falls sie Weitschunterlagen benötigen sollten, kann ich Ihnen diese gerne zukommen lassen. ഓക്കെ, ഈ അവസാനത്തെ സെന്റൻസിന്റെ അർത്ഥം എന്താ? ഓക്കെ, താങ്കൾക്ക്, ഓക്കെ, ഇഫ് യു നീഡ് ഫർദർ Unterlagen documents. ഓക്കെ, ബെന്യോട്ടിക്കൻ എന്താ? നമ്മൾ പറഞ്ഞാണല്ലോ, ബ്രൗക്കന്റെ B2 verb ആണ്, ബ്രൗക്കൻ B1 ആണ്, ബെന്യോട്ടിക്കനാണ് B2. ഓക്കെ, B2 ലെവലിലേക്ക് വന്നപ്പോൾ എന്തായി? ബെന്യോട്ടിക്കനെ. ഓക്കെ, താങ്കൾക്ക്, ഓക്കെ, ഫർദർ ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ kann ich Ihnen diese gerne zukommen lassen. I can forward it to you. ഓക്കെ, zukommen lassen ഒക്കെ വളരെ നല്ല എക്സ്പ്രഷൻസ് ആണ്. ഓക്കെ, പറ്റുന്നത്ര ഇതുപോലുള്ള വെറൈറ്റി എക്സ്പ്രഷൻസ് ഉപയോഗിക്കാം. കാരണം പൊതുവെയുള്ള ജർമ്മൻ റേഡിയം മെറ്റൽസിനകത്ത് അധികം കാണപ്പെടാത്ത ഒരു എക്സ്പ്രഷൻ തന്നെയാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് നമ്മൾ പഠിച്ച പ്രീവിയസ് സെന്റൻസ് ആയ Ich wäre dankbar für Ihre Zeit und Aufmerksamkeit in dieser Angelegenheit. Okay, ആ സെന്റൻസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. Danke für Ihre Mühe, mit freundlichen Grüßen, Jakub Matthias. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ എന്താ പറയാ, ഓക്കെ, എന്റെ ലെവൽ കുറവാണ് എന്ന് തോന്നിയേക്കാം. ഓക്കെ, B2 ഷൈബൻ നമ്മൾ പാസ്സാവാതിരിക്കാൻ ഒരു മേജർ റീസൺ തന്നെ നമ്മൾ അവരുടെ സ്റ്റാൻഡേർഡിലേക്ക് എത്താത്തത് കൊണ്ട് തന്നെയാണ് അവർ നമ്മളെ അങ്ങനെ എളുപ്പത്തിൽ പാസ്സാക്കി വിടാത്തത്. കാരണം ദേ എക്സ്പെക്ട് സംതിങ് ഫ്രം us. B2 പഠിച്ച ഒരു വ്യക്തി ഒരിക്കലും അത്ര ആവറേജ് ആയതില്ല. നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ ഉണ്ടല്ലോ, അത്ര ആവറേജ് ആയി ഒരിക്കലും ഒരു B2 പഠിച്ച വ്യക്തി, ഓക്കെ, B2 പഠിച്ച വ്യക്തി അങ്ങനെ എഴുതില്ല. B2ന്റെ അർത്ഥം തന്നെ പ്രൊഫഷന്റ് ആണ്. ഓക്കെ, നമ്മുടെ A1 A2 ഫോർമാറ്റ് തന്നെ CEFR. ഓക്കെ, CFR പറഞ്ഞാൽ കോമൺ ഫ്രെയിംവർക്ക് യൂറോപ്യൻ റീജിയണൽ ലാംഗ്വേജസിന്റെ ഇതിൽ തന്നെയാണ് നമ്മൾ A1 A2 B1 B2 ലെവലുകൾ പോകുന്നത്. B2 ലെവൽ എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾ പ്രൊഫഷൻസിയുടെ തുടക്കത്തിലാണ്. ഓക്കെ, യു ആർ വെൽ വേഴ്സ്ഡ് ഇൻ ജർമ്മൻ. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജർമ്മൻ എക്സാമിന് സ്പീക്കിങ്ങിന് പോകുമ്പോൾ A1 നമ്മൾ പോവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? Ich spreche ein bisschen Deutsch. I speak a little bit of Deutsch. ഓക്കെ, പക്ഷെ B2 ലെവലിലേക്ക് വരുമ്പോൾ എന്ത്? Ich spreche Deutsch. Okay, I speak Deutsch. പറയുകയാണെങ്കിൽ യു ആർ ഇംപ്ലൈങ്, നിങ്ങൾ പറയുകയാണ് യെസ് ഐ ആം, ഓക്കെ, പ്രൊഫിഷ്യന്റ്, ഐ ആം ഫ്ലുവന്റ് ഇൻ ജർമ്മൻ. ഫ്ലുവന്റ് ആയ ഒരു വ്യക്തി ഒരിക്കലും എന്താ പറയുന്നത് വളരെ വീക്ക് വൊക്കാബുലറി ഉപയോഗിച്ച് ലെറ്ററുകൾ എഴുതാറില്ല. ഓക്കെ, അതാണ് എന്താ പറയാ B2 ഷൈബൻ. നമ്മൾ ഇന്ന് ലെറ്റർ പറഞ്ഞ ഷൈബന്റെ ഫോർമൽ ലെറ്ററിന്റെ മൊഡ്യൂളാണ് ഡീൽ ചെയ്ത്. നമ്മൾ വരും ദിവസങ്ങളിൽ ബാക്കി മൊഡ്യൂളുകളും എല്ലാം ഡീൽ ചെയ്യും. ഓക്കെ, അതുകൊണ്ട് സോ താങ്ക് യു ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ഫോർ യുവർ ടൈം. ഓക്കെ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ട്, ഓക്കെ, ഇഫ് യു തിങ്ക് ദാറ്റ് വി ആർ പ്രൊഫഷണൽ ഇനഫ്, വി ബിലീവ് ദാറ്റ് വി ആർ പ്രൊഫഷണൽ, ഓക്കെ, then let us work together. ഓക്കെ, നമുക്ക് ഒന്നിച്ച് പഠിക്കാം. ഓക്കെ, നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങൾ ഇവിടെയുണ്ട്. ഓക്കെ, സോ താങ്ക് യു എവ്രിവൺ and have a very good night. Thank you.